അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതായിരിക്കുന്ന ഒരു പൂജ. ഓം ദുർഗാം ദേവീം ശരണമഹം പ്രപദ്യേ. പൗർണമി പൂജ സാധാരണ ക്ഷേത്രങ്ങളിലാണ് നമ്മൾ ആരാധിക്കാറ്. പക്ഷേ പൗർണമി പൂജ വീടുകളിൽ ആരാധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അത് നമുക്ക് ആരാധിക്കാവുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രാചാരപ്രകാരം ശ്രീകോവിലിനകത്തുള്ളതായിരിക്കുന്ന ദൈവീ ചൈതന്യം നേരെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. അപ്പോൾ അതിനാണ് പത്മം ഇടണം എന്നാണ് പറയാം. അപ്പോൾ പത്മം ഇട്ടിട്ട് പത്മത്തിലാണ് നേരെ വിളക്ക് വെച്ചിട്ട് ആ വിളക്കിലെ അഗ്നിയിലേക്കാണ് ശ്രീകോവിലിലെ ദൈവീ ചൈതന്യം ആവാഹിച്ച് നേരെ കൊണ്ടുവരിക. അപ്പോൾ എന്തുകൊണ്ടാണ് പത്മം ഇടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളക്ക് നിലത്ത് മുട്ടാൻ പാടില്ല എന്നാണ്. ദൈവീ ചൈതന്യമുള്ള വിളക്ക് ആ നേരെ മണ്ണിൽ മുട്ടാൻ പാടില്ല, അതിനാണ് പത്മം ഇടുക എന്നുള്ള സമ്പ്രദായം വന്നത്. അപ്പോൾ നമുക്ക് പത്മം ഇടാൻ അറിയാൻ പാടില്ലാത്തവരുണ്ട്. പത്മം എല്ലാവർക്കും ഒന്നും അറിയാൻ ഇടാൻ പറ്റില്ല. ശരിക്ക് പത്മം ഇടണം, സ്വസ്തിക പത്മമായാലും മതി. പക്ഷേ അതറിയാത്തവരെന്ത് ചെയ്യണം? ഒരു പട്ട് വിരിച്ചാൽ മതി. കാരണം വിളക്ക് ദൈവീ ചൈതന്യം വന്നതായിരിക്കുന്ന വിളക്ക് മണ്ണിൽ മുട്ടാൻ പാടില്ല, നിലത്ത് വയ്ക്കരുത്. അപ്പോൾ ഒന്നുകിൽ ഒരു പീഠത്തിൽ പട്ട് വിരിച്ചിട്ട് ചുവപ്പോ മഞ്ഞയോ പട്ട് വിരിക്കുക. അതിനുശേഷം അതിൽ വിളക്ക് വെച്ച് പിന്നീട് നേരെ ആദ്യം ഒരു തിരി കൊളുത്തിയിട്ട് 5 തിരി ഇടണം എന്നുള്ളതാണ് പ്രധാനം. നെയ്വിളക്കാണെങ്കിൽ അത്യുത്തമം, എണ്ണവിളക്കുമാകാം. 5 തിരി വേണം എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ എന്താണ് 5 തിരി എന്ന് പറഞ്ഞാൽ അത് സർവതോഭദ്രമാണ് എന്നാണ് പറയാം. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, പിന്നെ ഈശാനകോൺ. അപ്പോൾ 4 കോണുകളും ഈശാനകോൺ എന്നുള്ള 5ാമത്തെ കോൺ സർവതോഭദ്രം എന്നാണ് പറയാം. അപ്പോൾ ഓരോ കോണിലും ഉള്ളതായിരിക്കുന്ന ദേവന്മാരുണ്ട്. അപ്പോൾ ദേവിമാരെയൊക്കെ ആരാധിക്കുന്നതാണ്. ഈശാനകോണിലാണ് മഹാലക്ഷ്മിയുടെ സ്ഥാനം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഈശാനകോണിൽ വാഴുന്ന മഹാലക്ഷ്മിയും കൂടി സൂചിപ്പിച്ചിട്ട് 5 തിരി ഇടണം. നെയ്വിളക്ക് അത്യുത്തമമാണ്. അതിനുശേഷം നേരെ ആദ്യം ഒരു വിളക്ക് കൊളുത്തി. അപ്പോൾ വിളക്ക് കൊളുത്തുമ്പോൾ നേരെ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞാണ് പൗർണമി പൂജ ചെയ്യുക. അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് പൗർണമി പൂജ ചെയ്യുന്ന സമയത്ത് നേരെ ആദ്യം ഏത് തിരി കൊളുത്തണം എന്നൊരു ശങ്ക വരും. എപ്പോഴും എന്താണ് വേണ്ടത്? അപ്പോൾ കിഴക്കോട്ടുള്ള തിരി ആദ്യം കൊളുത്തണോ, പടിഞ്ഞാറുള്ള തിരി ആദ്യം കൊളുത്തണോ എന്ന് സംശയം ചോദിക്കും. എപ്പോഴും ശ്രേഷ്ഠമെന്ന് പറഞ്ഞാൽ കിഴക്ക് കൊളുത്തിയാലും വിരോധമില്ല. കാരണം ദേവിയുടെ ചിത്രം ചിലപ്പോൾ അവിടെ ഉണ്ടാവും, അതിൽ വിരോധമില്ല. പടിഞ്ഞാറ് കൊളുത്തിയാലും കുഴപ്പമില്ല. കാരണം നമ്മൾ പടിഞ്ഞാറ് ഇരുന്നിട്ട് കിഴക്കോട്ട് നോക്കിയാണ് ഇരിക്കുക. അപ്പോൾ കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന സാധകൻ്റെ ആ നെഞ്ചിന് നേരെയാണ് പടിഞ്ഞാറോട്ടുള്ള തിരി വരിക. അപ്പോൾ അത് കൊളുത്തുമ്പോൾ അതിൻ്റെ അർത്ഥം ആത്മദീപം എന്നാണ് പറയാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യമായിട്ട് ദീപം കൊളുത്തിയാലേ നമ്മൾ മറ്റുള്ള ദീപം കൊളുത്തിയിട്ട് കാര്യമുള്ളൂ. അവനവൻ്റെ ഉള്ളിൽ ഉള്ള ദീപം കൊളുത്തണം ആദ്യം എന്നാണ്. അതാണ് ആത്മദീപം എന്ന് പറയും. അപ്പോൾ അതിനുശേഷം നേരെ ആ ദീപം കൊളുത്തിയിട്ട് വരണം. അപ്പോൾ സാധാരണ ഈ പഞ്ചദുർഗാ സമ്പ്രദായ പ്രകാരം പൗർണമിക്ക് പഞ്ചദുർഗാ സമ്പ്രദായമുണ്ട്. അത് നേരെ പഞ്ചമഹാദേവ സമ്പ്രദായം എന്നും പറയാം, പഞ്ചാക്ഷര സമ്പ്രദായം എന്നും പറയാം. പഞ്ചദുർഗാ സമ്പ്രദായത്തിൽ നേരെ പ്രദക്ഷിണമായിട്ട് വന്ന ശേഷം പിന്നീട് നേരെ അത് പൂർണ്ണമായിരിക്കുന്ന പ്രദക്ഷിണം പാടില്ല. അതെന്ത് ചെയ്യണം? പിന്നെ ചുറ്റിയെടുക്കണമെന്നാണ് പറയാം. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ തന്ത്രിമാരൊക്കെ തന്നെ സാധാരണ ഭഗവത് സേവയ്ക്ക് വിളക്ക് കൊളുത്തുമ്പോൾ നേരെ കൊളുത്തി കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ കൊളുത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പൂർണ്ണമായിട്ട് എല്ലാം 5 തിരിയും നേരെ ഒന്നിച്ചിട്ട് അങ്ങനെ പ്രദക്ഷിണത്തിലങ്ങനെ ചെയ്യില്ല. പ്രദക്ഷിണമായിട്ട് വന്നിട്ട് നേരെ ഈശാനകോണിലുള്ളതായിരിക്കുന്ന തിരി നേരെ അപ്രദക്ഷിണമായിട്ട് തിരിച്ചു വന്നിട്ട് കൊളുത്തണമെന്നാണ് പറയാം. അത് പഞ്ചദുർഗ എന്നും പറയാം. അപ്പോൾ സാക്ഷാൽ ആ പഞ്ചദുർഗാ സമ്പ്രദായത്തിൽ അപ്പോൾ പ്രദക്ഷിണ രൂപത്തിൽ ഇങ്ങനെ തിരി കൊടുത്തില്ല. അത് നമ്മൾ ക്ഷേത്രങ്ങളിൽ ഭഗവത് സേവ നടക്കുമ്പോൾ പൂജാരിമാരും തന്ത്രികളൊക്കെ ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം അങ്ങനെ വിളക്ക് കൊളുത്തി വന്നിട്ട് അവസാനം എത്തുമ്പോൾ നേരെ അതിനെ തിരിച്ച് വന്നിട്ട് കൊളുത്തണം എന്നാണ് വിധി. അപ്പോൾ പൂർണ്ണ പ്രദക്ഷിണമില്ല, നേരെ പിന്നെ തിരിച്ചു വരണം. അതാണ് സമ്പ്രദായം. കാരണം നേരെ പൂർണ്ണ പ്രദക്ഷിണമായാൽ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു പ്രദക്ഷിണമായി, അതില്ല. അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചദുർഗാ സമ്പ്രദായം എന്നാണ് പറയാം. ഓരോ ദിക്കിനും ഓരോ ദുർഗമാരുണ്ട്.
അതിൽ ഈശാന കോണിൽ മഹാലക്ഷ്മി എന്നാണ് പറയാം. അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് നേരെ വാമദേവ സങ്കല്പമാണ്. അപ്പോൾ വാമദേവ സങ്കല്പം കിഴക്ക് ഭാഗത്താണ്. അത് കഴിഞ്ഞാൽ അഘോര സങ്കല്പം തെക്ക് ഭാഗത്താണ്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുമ്പോൾ ജലസങ്കല്പം വരും. അപ്പോൾ അത് കഴിഞ്ഞാൽ നേരെ വടക്ക് ഭൂമി സങ്കല്പമാണ് നേരെ വടക്ക് ഭാഗത്തേക്ക് വരിക. അപ്പോൾ വാരാഹി സങ്കല്പം അവിടെയാണ്. അപ്പോൾ തെക്ക് ഭാഗത്ത് നാരസിംഹിയാണെങ്കിൽ ഇവിടെ നേരെ വരുണസങ്കല്പമാണ്. വരുണാനി എന്ന് പറയുന്ന ശക്തിയുടെ സങ്കല്പമാണ്. പിന്നെ അതിനുശേഷം ഈശാന കോണിലാണ് മഹാലക്ഷ്മി സങ്കല്പം എന്നാണ്. അതുകൊണ്ടാണ് ചുറ്റി അങ്ങനെ പോകുന്നത്. കാരണം ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം മാതിരി തന്നെയാണ് വിളക്കും കൊളുത്തേണ്ടത്. അപ്പം അങ്ങനെ വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ 5 തിരിയും കൊളുത്തിക്കഴിഞ്ഞാൽ പിന്നീട് ദേവിക്ക് ഒരു നിവേദ്യം വെക്കണം എന്നാണ്. ഏത് പൂജയിലും ആദ്യം ഗണേശനെ ആരാധിക്കണം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം ഏത് പൂജയിലും ആദ്യം ഗണേശനെ പൂജിക്കണം. അപ്പോൾ ഗണേശനെ പൂജിക്കുമ്പോൾ എന്താണ് കാരണം? നേരെ 5 ദേവന്മാരാണ് യഥാർത്ഥത്തിൽ പൂജിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ ദേവനാണ് ഗണേശൻ എന്ന് പറയാം. അപ്പോൾ ഗണേശനായിട്ടൊരു നിവേദ്യം നേരെ ആ ദേവിയുടെ ആ വിളക്കിൻ്റെ ഒരു ഭാഗത്തായിട്ട് വയ്ക്കാം. അത് ഇടത് ഭാഗത്തായാലും വലത് ഭാഗത്തായാലും വിരോധമൊന്നുമില്ല. പക്ഷേ സാധാരണ ആ വിഗ്രഹത്തിൻ്റെ നമ്മുടെ വിളക്കിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഗണേശന് ഒരു പഴമോ വല്ലതും വെച്ച് കഴിഞ്ഞാൽ ഗണേശനായുള്ള നിവേദ്യമായി. പിന്നീട് നേരെ ദേവിക്ക് നിവേദ്യം സമർപ്പിക്കുക. പൗർണമിക്ക് ദേവിക്ക് സാധാരണഗതിയിൽ വേണ്ടത് എന്താണ്? പാൽപ്പായസമാണ് വേണ്ടത്. പൗർണമിക്കാണ് പാൽപ്പായസം ദേവിക്ക് പ്രധാനം. അപ്പോൾ പൗർണമിക്ക് പാൽപ്പായസം ദേവിയുടെ മുമ്പിൽ നമ്മൾ തന്നെ വീടുകളിൽ ശുദ്ധമായിട്ടുണ്ടാക്കണം. സാധിച്ചാൽ കുളിച്ച് ഈറനെടുത്തിട്ട് നേരെ പാൽപ്പായസം ഉണ്ടാക്കി നേരെ കൊണ്ടുവന്ന് വെച്ച് പിന്നീട് അതിൽ നേരെ ശുദ്ധമാക്കണമെന്നാണ് പറയാം. അപ്പോൾ ശുദ്ധമാക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ പേരാണ് ഉപസ്ഥരിക്കുക എന്നാണ് അതിൻ്റെ സാങ്കേതിക ഭാഷ. അപ്പോൾ ഒരു നെയ്യ് തുളസീതളം എടുത്തിട്ട് നേരെ ജലത്തിൽ കഴുകിയതായിരിക്കുന്ന കിണ്ടിയിൽ നിന്നൊരു തുളസീതളം എടുത്തിട്ട് നെയ്യിലൊന്ന് മുക്കിയിട്ട് നേരെ അതിൽ നേരെ പായസത്തിൽ ഇടുന്നതാണ് ഉപസ്ഥരിക്കുക എന്ന് പറയാം. അപ്പോൾ അതിനു മുമ്പ് നേരെ പായസം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ പുഷ്പം എടുത്തിട്ട് അതിന് തുളസി വേണമെന്നില്ല, ഏതെങ്കിലും പുഷ്പമോ ചെത്തിപ്പൂവോ മറ്റോ എടുത്തു കഴിഞ്ഞാൽ നേരെ അതിനെ ആ നിവേദ്യത്തെ ഒന്നിങ്ങനെ ചുറ്റണം. ചുറ്റണം എന്ത് ചെയ്യണം? നേരെ അതിനെ നേരെ പുറത്തേക്ക് കളയണം എന്നാണ്. അപ്പോൾ അതിനെ ഏതെങ്കിലും ഭാഗത്തേക്ക് പുറകിലേക്ക് ഇട്ടേക്കാം. അതിൻ്റെ അർത്ഥം ആ നിവേദ്യത്തിൽ എന്തെങ്കിലും വിഷാംശങ്ങളുണ്ടെങ്കിൽ അത് പോകണം എന്നാണ്. അപ്പോൾ അത് ആ സമയത്ത് പൂജകൻ എന്ത് പറയണം? നിർവിഷീഭവ എന്ന് പറയണം എന്നാണ്. നിർവിഷീഭവ. അപ്പോൾ ഇതിലെന്തെങ്കിലും ആ വിഷാംശങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അശുദ്ധാംശങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞിട്ട് വേണം ദേവിക്ക് കൊടുക്കാൻ. അതിനാണ് നമ്മൾ അതിന് നിർവിഷീഭവ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് ഒരു നെയ്യ് നേരെ തുളസീതളത്തിൽ മുക്കിയിട്ട് നേരെ നേരെ ആ പായസത്തിലേക്ക് ഇടണം. പായസത്തിലേക്ക് ഇടുമ്പോൾ എന്ത് പറയണം? അപ്പോൾ നേരെ അതിനെ നേരെ അമൃത തുല്യമാക്കിയിട്ട് നമ്മൾ മാറ്റുന്നതാണ്. അപ്പോൾ അമൃതീഭവ എന്നാണ് പറയാം. മറ്റത് നിർവിഷീഭവ എന്ന് പറയുമ്പോൾ ഇത് അമൃതീഭവ. അപ്പോൾ അമൃതമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാൽ മതി. ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇത് അമൃതമായിട്ട് കണക്കാക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ പായസം ദേവിക്ക് നേരെ നിവേദ്യമായിട്ട് സമർപ്പിക്കണം എന്നാണ്. അപ്പോൾ ദേവിയുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ നേരെ ദേവിക്ക് ആദ്യം 3 പ്രാവശ്യം നേരെ വെള്ളം ഇങ്ങനെ തടയണം. കാരണം കൈകാൽ മുഖം കഴിച്ചിട്ട് ദേവി ഇരുത്തലാണ്. അത് കഴിഞ്ഞ് നേരെ പായസം ദേവിക്ക് കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കണം. അത് ഓരോ ദളമെടുത്ത് ഇങ്ങനെ 5 പ്രാവശ്യം കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം ആ നിവേദ്യം കഴിഞ്ഞാൽ ആ നിവേദ്യം നേരെ ആ ദേവിയുടെ സമർപ്പിച്ചതായിരിക്കും ഒരു തുളസീദളം എടുത്ത് നേരെ പായസത്തിൻ്റെ സൈഡിലുള്ളതായിരിക്കണം നിലത്ത് വെച്ചിട്ട് അതിൽ വെള്ളം തളിക്കണം എന്നാണ് പറയാം. ആ വെള്ളം തളിച്ച ശേഷം മാത്രമേ അത് നേരെ പായസത്തിലേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ വിളക്കിൽ നിന്ന് പൂവിൻ്റെ എടുത്തിട്ട് നേരെ പായസത്തിലേക്ക് എടുത്ത് വിളക്കിൽ നിന്ന് എടുത്തിട്ട് നേരെ താഴ്ത്തിയിടുക. അതിൽ വെള്ളം തളിച്ചിട്ട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന ശ്രേഷ്ഠ ഈശ്വരാംശങ്ങളെ ആകാശത്തിലേക്ക് പറഞ്ഞയക്കണം. അതുകൊണ്ടാണ് ആ പൂവ് ഇട്ടിട്ട് നേരെ മേൽപോട്ടിങ്ങനെ കൈ കാണിക്കും. അപ്പം അതിൽ മറ്റെല്ലാ അംശങ്ങളും നേരെ പുറത്തേക്ക് കളഞ്ഞിട്ട് ആ ദേവിയുടേതായിരിക്കുന്ന ശ്രേഷ്ഠാംശങ്ങൾ കളഞ്ഞിട്ട് വേണം അത് നേരെ പായസത്തിലേക്ക് ഇടാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നിവേദ്യം വടക്ക് ദിക്കിലേക്ക് അല്ലെങ്കിൽ ഇടത് ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ ദേവിയുടെ പാദങ്ങളൊക്കെ നേരെ വെള്ളം തളിച്ചൊന്ന് കഴുകി പിന്നെ അതിനുശേഷം ഒന്ന് തളിച്ച് ആ ദേവിയുടെ വിളക്കിൻ്റെ മുൻഭാഗം ഒന്ന് തളിച്ചിട്ട് പിന്നെ ഒരു പുഷ്പം നേരെ സമർപ്പിച്ചിട്ട് പിന്നെ നേരെ അതിലേക്ക് അർച്ചനകൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സമയത്താണ് സഹസ്രനാമ അർച്ചന അല്ലെങ്കിൽ നാരായണീയത്തിലേക്ക് അർച്ചന എല്ലാം കഴിഞ്ഞ ശേഷം
അർച്ചനയുടെ അവസാനത്തിൽ നേരെ അത് എന്ത് വേണം? അർച്ചനയുടെ അവസാനത്തിൽ കർപ്പൂര ആരതിയാണ്. അപ്പോൾ കർപ്പൂര നീരാജനം സമർപ്പയാമി എന്നാണ് പറയാം. അപ്പോൾ കർപ്പൂരത്തട്ടെടുത്തിട്ട് 3 പ്രാവശ്യം ദേവിക്ക് ഒഴിഞ്ഞ ശേഷം നേരെ അതിലേക്ക് പൂവ് സമർപ്പിച്ച ശേഷം പിന്നെ ആ ദേവിയുടെ ആ ഒരു പാദത്തിൽ കിടക്കുന്നതായിട്ട് ദേവീച്ച വിളക്ക് മതി, ഫോട്ടോ വേണമെന്നില്ല. ആ പാദത്തിൽ കിടക്കുന്ന ഒരു തുളസീതളം എടുത്തിട്ട് ആദ്യം നമ്മൾ ഘ്രാണിക്കണം. നമ്മുടെ മൂക്കിൽ വെച്ചിട്ട് അത് ഘ്രാണിക്കണം. എന്തിനാണ് ഘ്രാണിക്കണത്? ആ മന്ത്രങ്ങളും ആ ദേവിയുടെ ശക്തിയും നമ്മുടെ ഉള്ളിലേക്ക് നേരെ പകർത്തലാണ്. അപ്പോൾ മൂക്കിൻ്റെ അടുത്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഘ്രാണിച്ചിട്ട് അത് പിന്നെ ഉച്ഛിഷ്ടമാണ്, അത് കളയുക. പിന്നെ ആ ഒരു തുളസി ദളമോ ഒരു നല്ല പുഷ്പം എടുത്തിട്ട് സ്ത്രീകൾ ശിരസിലും പുരുഷന്മാർ നേരെ 2 ചെവിയുടെ ഇടയിലുമാണ് ധരിക്കേണ്ടത്. സ്ത്രീകൾ നേരെ മുടിയിലാണ് ധരിക്കേണ്ടത്, നേരെ നെറുകയിൽ ധരിക്കണം. പുരുഷന്മാർ 2 ചെവിയിലുമാണ് സാധാരണ ആ നിർമാല്യത്തിൻ്റെ ആ പുഷ്പം നേരെ ധരിക്കുക. അതിനുശേഷം പിന്നീട് എല്ലാം തന്നെ സമർപ്പിച്ച ശേഷം പിന്നീട് വിളക്കണയ്ക്കാം. അപ്പോൾ വിളക്കണയ്ക്കാനായിട്ട് അപരാധ സഹസ്രാണി കരോമ്യഹ മഹർനിശം ദാസോയം ഇതിമാമത്വ ക്ഷമസ്വ പരമേശ്വരി, അതാണ് ക്ഷമാപണ മന്ത്രം. അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ക്രമേണ നേരെ ഓരോ വിളക്കായിട്ട് പതുക്കെ അണച്ചണച്ച് വരാം. അപ്പം അങ്ങനെയാണ് നേരെ പൂജ സമർപ്പണം ചെയ്യേണ്ടത്. അതിനുശേഷം ആ വിളക്കണയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ദീർഘദണ്ഡ നമസ്കാരം പുരുഷന്മാരും പാദ നമസ്കാരം, അതായത് മുട്ടുകുത്തിയിട്ട് നമസ്കാരം സ്ത്രീകളും ചെയ്യണം. അതിനുശേഷമാണ് വിളക്ക് അണയ്ക്കേണ്ടത്. സാവകാശത്തിൽ വിളക്ക് പതുക്കെ അണയ്ക്കാം എന്നുള്ളതാണ് അതിലെ വിധി. അപ്പോൾ പൂജ നമ്മൾ സമർപ്പിച്ചു. പിന്നെ നിവേദ്യം നമുക്ക് നേരെ സേവിക്കാവുന്നതാണ്, പൂവൊക്കെ ചൂടാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതായിരിക്കുന്ന ഒരു പൂജ. ആകെ ശുദ്ധമായിട്ട് നിവേദ്യം ഉണ്ടാക്കണം, പാൽപ്പായസം ദേവിക്ക് ഉണ്ടാക്കണം. അത് മാത്രമേ അതിൽ പ്രധാന ഘടകമായിട്ടുള്ളൂ. അപ്പോൾ ഇത് എല്ലാവർക്കും സാധിക്കും, ഏത് വീട്ടിലും സാധിക്കും. പക്ഷേ ശുദ്ധമായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ നേരെ ആ അടുക്കളയുടെ ഭാഗത്ത് ഒരു പാത്രത്തിൽ മത്സ്യമാംസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ തന്നെ മാറ്റിയിട്ട് കഴുകി ശുദ്ധമാക്കണം. അപ്പോൾ ശുചിയായിരിക്കുന്ന അടുക്കളയാകണം, അല്ലെങ്കിൽ പുറത്ത് അടുപ്പ് കൂട്ടി വെച്ചാലും വിരോധമില്ല. അപ്പം അങ്ങനെ നേരെ ശുദ്ധമായ പാചകം ചെയ്ത ആ ദേവിക്കുള്ള പാൽപ്പായസം സമർപ്പിച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും നേരെ പൗർണമി പൂജ എല്ലാവർക്കും നടത്താവുന്നതാണ്. അതാണ് വീട്ടിൽ നടത്താവുന്ന പൗർണമി പൂജയുടെ ഒരു ഏകദേശ രൂപം.